എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറയുന്നത് സീയിങ് വിത്ത് ഐസ് ഓഫ് അനദർ, ലിസണിങ് വിത്ത് ദ ഇയേഴ്സ് ഓഫ് അനദർ ആൻഡ് ഫീലിംഗ് വിത്ത് ദ ഹാർട്ട് ഓഫ് അനദർ. എന്തെങ്കിലും മനസ്സിലായോ? ഇതിനകത്ത് പറയുന്നത് നമ്മൾ വേറൊരാളുടെ ഫീലിങ്സ് നമ്മൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കുന്ന ഒരു ഇതിനാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിങ്സ് ഓഫ് അനദർ. ഓക്കെ, വേറൊരാളുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അയാൾ ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ എപ്പോഴും അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് അബൌട്ട് പുട്ടിങ് ഓൺ സെൽഫ് ഇൻ അതർ പേഴ്സൺസ് ഷൂസ് എന്ന് നമുക്ക് വളരെ സിംബോളിക്കലി പറയാൻ പറ്റും. ഇറ്റ് ഈസ് അബൌട്ട് പുട്ടിങ് വൺ സെൽഫ് ഇൻ അതർ പേഴ്സൺസ് ഷൂസ്. ഓക്കെ, എമ്പതി ഇൻ വർക്ക് പ്ലേസ് ലീഡ്സ് ടു. ഇനി നമ്മൾ ജോലി സ്ഥലത്ത് എമ്പതി വേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സും വികാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ച് അയാളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ അൾട്ടിമേറ്റ്ലി എന്ത് കിട്ടും? ടീം വർക്ക് ബെറ്റർ ആയിരിക്കും. അതുപോലെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് മോട്ടിവേറ്റ്സ് അതേഴ്സ്. നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും അയാളിൽ നിന്ന് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാനും പറ്റും. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പബ്ലിക് പെർസെപ്ഷൻ ഓഫ് ദി കമ്പനി. ഓക്കെ, ഒരു കമ്പനിയെ കുറിച്ച് പബ്ലിക്കിന്റെ ചിന്തകൾ എന്തൊക്കെയാണ് അവർക്ക് ഒരു കമ്പനിയെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കമ്പനിക്കുള്ളിൽ നിന്ന് ചിന്തിച്ചാൽ പോരാ. പകരം എന്ത് വേണം? നമ്മൾ കമ്പനിയുടെ പുറത്തുള്ള പബ്ലിക്കിന്റെ ആ ലെവലിലോട്ട് ഇറങ്ങിച്ചെന്ന് അത് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ ഇത് പറയുന്നത് empathy in workplace leads to better teamwork, better understanding of what motivates others, and better understanding of public perception of the company. Okay, ഇനി അടുത്ത് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് എമ്പതി. നമ്മൾ എമ്പതിയോട് കൂടി നമ്മൾ കമ്പനിക്കകത്ത് പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കസ്റ്റമർ റിലേഷൻസ് നമുക്ക് കിട്ടും, ഗുഡ് കസ്റ്റമർ റിലേഷൻസ്. അതുപോലെ ഹാർമോണിയസ് ലേബർ റിലേഷൻഷിപ്സ്. നമ്മൾ ഓർഗനൈസേഷൻസിനകത്ത് തന്നെ എംപ്ലോയർ അല്ലെങ്കിൽ ലേബറായിട്ടുള്ള ആൾക്കാരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇംപ്രൂവ് ആവും. ഗുഡ് വെൻഡർ പ്രൊഡ്യൂസർ റിലേഷൻഷിപ്പ്. വെൻഡേഴ്സും പ്രൊഡ്യൂസറും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് എമ്പതിയിൽ പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആത്മവിശ്വാസം. ഓക്കെ, അത് എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഒരു പ്രൊഫഷണൽ എൻവറോൺമെന്റിൽ എല്ലാവർക്കും വേണ്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എ ഫീലിംഗ് ഓഫ് ട്രസ്റ്റ് ഇൻ വൺസ് എബിലിറ്റീസ്, ക്വാളിറ്റീസ് ആൻഡ് ജഡ്ജ്മെന്റ്. ഒരാൾ അയാളുടെ കഴിവുകളെ കുറിച്ചുള്ള വിശ്വാസം, അയാളുടെ ക്വാളിറ്റീസിനെ കുറിച്ച്, അയാളുടെ ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള വിശ്വാസമാണ് എന്ത്? സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന്റെ 2 പോയിന്റ് ചേരുമ്പോഴാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒന്ന് സെൽഫ് എസ്റ്റീം എന്ന് പറയാം, സെൽഫ് എഫിക്കസി എന്ന് പറയാം. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന വാല്യൂ ആസ് എ പേഴ്സൺ. നമുക്ക് സ്വയം തന്നെ നമ്മളിൽ വില കൽപ്പിക്കുന്ന ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ഉണ്ടായിരിക്കും. ആത്മാഭിമാനവും പ്ലസ് സെൽഫ് എഫിക്കസി, നമ്മുടെ കഴിവുകളിലും ഒക്കെ നമുക്കൊരു നമ്മൾ എഫിഷ്യൻസിയിലല്ല നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സെൽഫ് കോൺഫിഡൻസ് ആകുന്നത്. ഓക്കെ, ഇനി നഥാനിയൽ ബ്രാൻഡൺ എന്ന് പറയുന്ന ഒരു ആള് 6 പില്ലേഴ്സ് ഓഫ് സെൽഫ് എസ്റ്റീമിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 6 പില്ലേഴ്സ് ആയിട്ട് പറയുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കി ഓർത്തിരുന്നാൽ മതി. കോൺഷ്യസ് ലിവിങ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുക. ഓക്കെ, സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുക. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ അഭിമാനം വിട്ട് ജീവിക്കാതിരിക്കുക. അതിന് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കുക. സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങളും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റണം. സെൽഫ് അസർട്ടീവ്നെസ്. അസർഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതിനു മുമ്പുള്ള ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അസർട്ടീവ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് അസർട്ടീവ്.
നമുക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ തെളിയിക്കാൻ വേണ്ടി നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് അതിനുവേണ്ടി വാദിക്കുകയും അത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ബിഹേവിയറാണ് സെൽഫ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഇനി പർപ്പസ്ഫുൾ ലിവിങ്, നമ്മൾ ജീവിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്, അല്ലാതെ വെറുതെ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പർപ്പസ്ഫുൾ ലിവിങ് നമ്മൾ നയിക്കാൻ ശ്രമിക്കുക. പേഴ്സണൽ ഇന്റഗ്രിറ്റി, നമ്മൾ എപ്പോഴും ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ. അപ്പൊ ഈ പറയുന്ന 5-6 കാര്യങ്ങൾ പില്ലേഴ്സ് ഒത്തുചേരുമ്പോഴാണ് സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചില മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, കമ്മിറ്റ് ടു കോൺസ്റ്റന്റ് ലേണിംഗ്. നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് അത്ര കോൺഫിഡന്റ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെൽഫ് കോൺഫിഡൻസ് വരും. ഇനി അക്സെപ്റ്റ് ന്യൂ ചാലഞ്ചസ്, പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കുക. അത് ചാലഞ്ചസ് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതുവഴി നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ലേൺ ടു സേ നോ ടു ബാഡ് തിങ്സ്. മോശപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ നോ പറയാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് അതേഴ്സ്. പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. പോസിറ്റീവ് ആയിട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, അത് തന്നെ സംസാരിക്കുക. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. സഹായം ചോദിക്കാൻ നമ്മൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. യൂസ് സോഷ്യൽ മീഡിയ ടു കണക്ട് വിത്ത് അതേഴ്സ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാരുമായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഡ്രസ് പ്രോപ്പർലി. നമ്മൾ നല്ല രീതിയിൽ ഡ്രസ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. ഗുഡ് പോസ്ചർ. നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മളുടെ പ്രവൃത്തിയിലെല്ലാം തന്നെ നല്ലൊരു പോസ്ചർ കീപ്പ് ചെയ്യാൻ പറ്റുക. നമ്മൾ നിൽക്കുമ്പോഴെല്ലാം കൂനിക്കൂടിയാൽ നിൽക്കാതെ നല്ലൊരു പോസ്ചർ കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാണ് നമുക്ക് ആൾക്കാർക്ക് വിചാരിച്ചോളൂ. കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. നല്ലൊരു ആശയവിനിമയം ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ഷേപ്പ് സെൽഫ് കോൺഫിഡൻസ് ഇൻ എ പേഴ്സൺ. ഇനി ഒരാളില് സെൽഫ് കോൺഫിഡൻസ് എപ്പോഴൊക്കെയാണ് വരുന്നത്? ഓക്കെ, അത് ഹെറിഡിറ്ററി ആയിട്ട് വരാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാരന്റ്സിനെ കണ്ടുപഠിക്കാം, അല്ലെങ്കിൽ എൽഡേഴ്സിനെ കണ്ടുപഠിക്കാം. ഹെറിഡിറ്ററി ആൻഡ് ഫാമിലി എൻവയോൺമെന്റ്. ഇനി ഫ്രണ്ട്സിൽ നിന്നും കൊളീഗ്സിൽ നിന്നും ഫ്രണ്ട്ഷിപ്പ് വഴി നമുക്കത് സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കാൻ പറ്റും. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് സുപ്പീരിയേഴ്സ് ആൻഡ് റോൾ മോഡൽ. നമ്മളുടെ ബോസ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് കിട്ടും. ഇനി ട്രെയിനിങ് ഇൻ ദ ഓർഗനൈസേഷൻ. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മുടെ കമ്പനി, നമുക്ക് ഓർഗനൈസേഷൻ നമുക്ക് ട്രെയിനിങ് തരികയാണെങ്കിൽ നമ്മൾ ആ ഫീൽഡിൽ നമ്മൾ കോൺഫിഡന്റ് ആയി മാറും. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്.